നമ്മുടെ അടുത്ത് ചോദിച്ച മറ്റൊരു സംശയമാണ് ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളത്. ഇത് ടർബോൻ്റെ കേസിങ്ങിൻ്റെ അകത്തുള്ള കമ്പോണൻസ് ആണ്. ഇത് EGR അസംബ്ലിയാണ്. അതായത് EGR നമ്മുടെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് കണക്ട് ചെയ്യുന്ന കമ്പോണൻറ്റും EGRഉം. ഹായ് എവരി വൺ, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ടോർക്ക് മോട്ടോഴ്സ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്കോഡ ഒക്ടാവിയയുടെ ഡീകാർബണൈസിങ് വീഡിയോ ഇട്ടിരുന്നു. പൊതുവേ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എല്ലാം ഒത്തിരി പേര് വിളിച്ചു നമ്മളെ അത് കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന വണ്ടിയും വന്നിരിക്കുന്നത്. ഇപ്പോൾ സ്കോഡ ഒക്ടാവിയയുടെ വീഡിയോ കാണാത്തവർ കാണുക, നമ്മൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂട്ടത്തിലിടാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റേജ് 2 ക്ലീനിങ്. ഒരു ടൊയോട്ട എറ്റിയോസ് ലിവയാണ്, 2013 മോഡൽ, 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കസ്റ്റമർ നമ്മുടെ ഒക്ടാവിയയുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു സ്റ്റേജ് 2 ക്ലീനിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു എന്താണ് സ്റ്റേജ് 2 ക്ലീനിങ് എന്നുള്ളത്. സ്റ്റേജ് 2 ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് നമ്മുടെ എൻജിൻ സിലിണ്ടേഴ്സ് ക്ലീൻ ചെയ്യും. അത് കൂടാതെ കരി പിടിക്കാൻ സാധ്യതയുള്ള ചില കമ്പോണൻസ് ഉണ്ട്. അത് ഓരോ വണ്ടികളനുസരിച്ച് മാറിയിരിക്കും. നമ്മൾ EGR വാൽവ്, ഇന്റർകൂളർ, ഇൻടേക്ക് മാനിഫോൾഡ്, അങ്ങനത്തെ കമ്പോണൻസ് എല്ലാം അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് അഴിക്കാൻ പോവാണ്. അതിനകത്ത് എത്രത്തോളം കാര്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് EGR അസംബ്ലിയാണ്. അതായത് EGR നമ്മുടെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് കണക്ട് ചെയ്യുന്ന കമ്പോണൻറ്റും EGRഉം. ഇതാണ് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് EGR കണക്ട് ചെയ്യുന്ന കമ്പോണൻറ്റ്. ഇതിപ്പോൾ ഒരു 80% ബ്ലോക്കാണ്. ഇത് EGR വാൽവാണ്. അത്യാവശ്യം ഇത് നല്ലോണം ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇത് നമ്മുടെ EGRലേക്ക് എക്സോസ്റ്റ് ലൈനിൽ നിന്ന് കൊടുക്കുന്ന പൈപ്പാണ്. ഇതിൽ കൂടെയാണ് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസസ് EGRലേക്ക് എത്തുന്നത്. ഇത് ഇൻ്റർകൂളറാണ്. ഇതിനകത്ത് ഓയിൽ കണ്ടൻ്റ് ഒന്നുമില്ല. ഇതൊന്ന് അഴിച്ച് തന്നാലും ഒന്ന് ക്ലീൻ ചെയ്യണം ഫുള്ള്. ഇതിപ്പോൾ ഇത്രയും ഓടിയത് കൊണ്ടാണ് ഇത്രയും കാർബൺ കണ്ടൻറ്റ് വന്നേക്കുന്നത്. അതായത് വണ്ടി ഓടും തോറും കാർബൺ ബിൽഡപ്പും കൂടും. നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പോണൻസ് ക്ലീനിങ്ങിന് ശേഷമുള്ള എഫക്റ്റാണ്. എല്ലാ കമ്പോണൻസും നമ്മൾ ഇൻഡെപ്തായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിരിച്ച് അസംബിൾ ചെയ്യണം നമ്മൾക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ച ഒരു കമൻറ്റാണ്, അതായത് ടർബോ ക്ലീൻ ചെയ്യുമോ എന്നുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർബോ ആണ്. ടർബോയുടെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ടർബൈൻ സൈഡും ഉണ്ട്, ഒരു ഇൻലെറ്റ് സൈഡും ഉണ്ട്. ടർബൈൻ സൈഡിലാണ് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസുകൾ വന്ന് തട്ടുന്നത്. അപ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസ് വന്ന് തട്ടുമ്പോൾ അതിനകത്തുള്ള എനർജി കാരണം ഈ ടർബൈൻ കറങ്ങുകയും അതുവഴി ഇപ്പുറത്തെ ഇൻലെറ്റിലുള്ള വെയിൻസും കറങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻലെറ്റിലുള്ള വെയിൻസ് എയറിനെ കംപ്രസ് ചെയ്യും. ഇത് നമ്മളുടെ അടുത്ത് ഇത് ക്ലീൻ ചെയ്യുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എയർ കംപ്രസ് ചെയ്യുന്ന ഡ്യൂട്ടി മാത്രമേ ഇതിനുള്ളൂ. ഇതിനകത്ത് കമ്പാരിറ്റീവ്ലി കരി പിടിക്കുന്നത് കുറവായതുകൊണ്ട് നമ്മൾ ടർബോ അഴിച്ച് ക്ലീൻ ചെയ്യാറില്ല. ഈ ടർബോയ്ക്ക് ചില സമയത്ത് ഷെയ്ക്ക് വരാം. ടർബോയിൽ ഷെയ്ക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അതായത് ഓറിങ് ലീക്കായെന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ ലീക്കൊക്കെ ആണെങ്കിൽ ഓടിക്കാം, കുഴപ്പമില്ല. ലീക്ക് കൂടുമ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ടർബോ റീപ്ലേസ് ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ ടർബോ റിപ്പയർ ചെയ്യും. ടർബോ റിപ്പയർ ചെയ്യുന്ന വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അതിനെപ്പറ്റി പിന്നീടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ടർബോനെ പറ്റി അറിയേണ്ടതെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ച മറ്റൊരു സംശയമാണ് ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളത്. നമുക്ക് പ്രൈസിങ് പറയുകയാണെങ്കിൽ 1000 രൂപ തുടങ്ങി 7500 രൂപ വരെയുള്ള പാക്കേജുകൾ ഇവിടെയുണ്ട്. അതായത് വണ്ടികൾ അഴിക്കുന്നതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും പ്രൈസും കൂടി വരും. അതുപോലെ നമുക്ക് അപ്ഗ്രേഡേഷൻ പാക്കേജുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു 1000 തുടങ്ങി 7500 എന്നുള്ളൊരു റേഞ്ചിൽ കവേർഡാണ്.
ബാക്കി ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് മെസ്സേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻബോക്സിലോ നമ്മളെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വണ്ടിയുടെ പേരും കിലോമീറ്റർ റീഡിങ്ങും ഫ്യൂവൽ ടൈപ്പും ഏത് ഇയർ ആണെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൈസും ആദ്യം നിങ്ങളുടെ അടുത്ത് വണ്ടിയുടെ കണ്ടീഷൻ ചോദിക്കും. വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കിയിട്ടാണ് ഏത് പാക്കേജ് എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതോ അതിനനുസരിച്ചാണ് പ്രൈസും വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈഡ്രജൻ ഡീകാർബണൈസിങ് ആണ്. ഇതിപ്പോൾ 1 ലക്ഷത്തിന് മുകളിലോടി വണ്ടി ആയതുകൊണ്ട് നമ്മളൊരു 40 മിനിറ്റ് ഇപ്പോൾ ഹൈഡ്രജൻ വണ്ടി ഐഡിയലിട്ടുണ്ട് എഞ്ചിൻ്റെ അകത്തേക്ക് പമ്പ് ചെയ്യും. നമ്മളുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. കസ്റ്റമർ കൊണ്ടു തന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്പീഡ് കയറുമ്പോൾ ഒരു വൈബ്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കി, ആ വൈബ്രേഷൻസ് ഒന്നുമില്ല. വണ്ടി ഓടിക്കുമ്പോൾ ശരിക്കും ഒരു പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഫീലാണ്. അതായത് നമ്മളൊരു 80-ൽ പോകുമ്പോൾ പോലും വണ്ടിയിൽ നിന്ന് ഒരു സൗണ്ട് പോലും ഇല്ല എൻജിൻ റൂമിൽ, അതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി നമ്മളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്.